അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും നമ്മുടെ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് 99ാമത്തെ ക്ലാസ്. നമ്മൾ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സിലാണ്. സൂറത്ത് തൗബ കഴിഞ്ഞു, അടുത്ത സൂറത്തായ സൂറത്ത് യൂനുസ് തുടങ്ങുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടക്കമാണ്. ചില സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന അക്ഷരങ്ങൾ, ഇവിടെയുള്ള തുടക്കത്തിലുള്ള അക്ഷരം ഒന്ന് അലിഫ്, രണ്ടാമത്തെ അക്ഷരം ലാം. ലാമിൻ്റെ മുകളിൽ ഒരു മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. മദ്ദിൻ്റെ ചിഹ്നം മദ് ലാസിമാണ്. മദ് ലാസിമാകുമ്പോൾ 3 അലിഫ് നീട്ടൽ നിർബന്ധമാണ്. 3 അലിഫിൻ്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. 6 ഹർക്കത്ത്. അപ്പോൾ നല്ലോണം നീട്ടൽ നിർബന്ധമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റോ ല അലിഫ് ലാം റോ അലിഫ് ലാം റോ. മീം വരണം. ലാം ലാം റോ. അത് കൂടുതൽ നീട്ടരുത്. അലിഫ് ലാം റോ അലിഫ് ലാം റോ. തിൽക ആയാതുൽ കിതാബിൽ ഹകീം. ആയത്തിൻ്റെ അവസാനത്തെ നിർത്തി. ആയത്തിൻ്റെ അവസാനം എന്നല്ല, എവിടെ നിർത്തുമ്പോഴും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക. ഇവിടെ മീമിന് കസറാണ്, നീട്ടാനൊന്നുമില്ല. അപ്പോൾ അവിടെ മീമിന് സുക്കൂൻ ചെയ്യാം. മീമിന് അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനുണ്ടെങ്കിൽ നീട്ടണം. ഇവിടെ നീട്ടാനില്ല. അപ്പോൾ മീമിന് സുക്കൂൻ കൊടുക്കുക. സുക്കൂൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടോ എന്ന് നോക്കണം. അവിടെ നീട്ടാനുണ്ടെങ്കിൽ ഒരു പുതിയ മദ് ഉണ്ടാവും. ഹക്കീം എന്നല്ല, ഹക്കീം. മദ് ആരിലാവും. ഇവിടെ സാധാരണ യാ ഉണ്ട്. ആ യാൻ്റെ നീട്ടൽ എങ്ങനെ? ഹക്കീമി. അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ അൽ കിതാബിൽ ഹക്കീമി അകാന ലിന്നാസ് അല്ലേ? അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു? ലിന്നാസ്. സീന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലിന്നാസ് എന്ന് അല്പം നീട്ടിയത്. ആ നീട്ടുന്നതിൻ്റെ പേരാണ്. അവിടെ ഇപ്പം നിർത്തുമ്പോഴേ ആ മദ് വരുള്ളൂ, ഇല്ലെങ്കിൽ ആ മദ് ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ യാൻ്റെ മദ്ദേ ഉണ്ടാവുകയുള്ളൂ. യാൻ്റെ മദ് പറഞ്ഞാൽ ചെറിയൊരു നീട്ടൽ മതി. കുറച്ചും കൂടി നീട്ടുമ്പോഴേ മദ് ആരിലാവുകയുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹക്കീം പോരാ, ഹക്കീം. അലിഫ് ലാം റോ തിൽക ആയാതുൽ കിതാബിൽ ഹകീം. നമുക്ക് കുറച്ച് നീട്ടിയാൽ കുറച്ചധികം ഹക്കീം മതി. അങ്ങനെ നീട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഓതുന്ന സമയത്ത് ഒരു ഒറ്റ ഒത്തതിൽ ഇപ്പം നമ്മൾ പോകാൻ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ ഓത്തിലൊക്കെ ഇനി എന്ത് ചെയ്യുക? എല്ലാ സ്ഥലങ്ങളിലും ഈ നീട്ടിൽ നീട്ടുക. ഇനി കുറച്ചും കൂടി നീട്ടുകയാണെങ്കിലോ കുഴപ്പമില്ല. അൽ കിതാബിൽ ഹകീം. ഇപ്പം മദ് ആരിലായി അല്ലേ? നേരത്തെ മദ് ആരിലാണ്. അപ്പം ഇനി എന്ത് ചെയ്യണം? ബാക്കിയുള്ളടത്ത സ്ഥലങ്ങളിലേക്ക് ആ ഒരു നീട്ടൽ എല്ലാവരും കൊണ്ടുവരിക. അപ്പം ഇങ്ങനെ അകാന ലിന്നാസ്. എവിടെ വരുമ്പോഴും ആ മദ് എന്ത് ചെയ്യുക? നമ്മൾ
ഒരേ നീട്ടൽ നീട്ടുക. കുറച്ചുകൂടി നീട്ടുമ്പോൾ പെട്ടെന്ന് നീട്ടി നിർത്താതെ കുറച്ചുകൂടി നീട്ടുമ്പോൾ അതിന് പോത്തിനൊക്കെ ഒരു മനോഹാരിത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. മണിക്കലൊക്കെ എന്ത് ചെയ്യുക, കൂടുതൽ മണിക്കാതെ മണിക്കാൻ ശബ്ദമുള്ള നൂന്, ശബ്ദമുള്ള മീം, ഇതൊക്കെ നമ്മൾ മണിക്കേണ്ട സ്ഥലമാണ്. അതുപോലെ തന്നെ ഇദ്ഗാമും ബിഗുന്നയുടെ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു മണിക്കലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഓത്തിലൊക്കെ ഒന്നുകൂടിയും ഒരു മാറ്റം സംഭവിക്കുള്ളൂ. മാറ്റം സംഭവിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ ശൈലിയിലും കേൾക്കുമ്പോഴൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു രസം ഉണ്ടാവും. നമുക്ക് ഓതാൻ ഒരു രസം കിട്ടും. നമ്മളിപ്പോൾ മറ്റേത് ഓതാൻ ചില ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ചെറിയ പ്രയാസം ഉണ്ടാവും. നമ്മൾ ഓതുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നിർത്താൻ തോന്നും. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഒഴുക്കമട്ടത്തിൽ ഇങ്ങനെ നല്ല രൂപത്തിൽ ഇങ്ങനെ ഓതുകയാണെങ്കിൽ അതിൻ്റെ ഒഴുക്കൽ ഇങ്ങനെ ഓതുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്കിങ്ങനെ കൂടുതൽ ഇങ്ങനെ ഓതാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. أكان للناس عجبا أن أوحينا إلى رجل منهم റജുലിൻ തൻവീൻ വന്നു. തൻവീൻ്റെ ശേഷമുള്ള അക്ഷരം നൗമി, നൂന് വാവ് മീമ് യാ. നൂനിൻ്റെ നിയമങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. സുക്കൂണിലെ നൂനിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ തൻവീൻ്റെ നിയമങ്ങൾ. നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഒന്നുകിൽ നൂനുണ്ടാവും അല്ലെങ്കിൽ തൻവീനുണ്ടാവും. തൻവീനുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സുക്കൂണുള്ള നൂനുള്ള സ്ഥലത്ത്. സുക്കൂണുള്ള നൂന് എന്ന് പറഞ്ഞാൽ ഫത്ത് കസുറ നമ്മ ഇല്ലാത്ത നൂന്, അതിൻ്റെ പേരാണ് സുക്കൂനുള്ള നൂന് എന്ന് പറയും. ഒന്നുകിൽ ചിഹ്നം ഉണ്ടാവും, ചിഹ്നം സുക്കൂൻ്റെ ചിഹ്നം ഉണ്ടാവും അല്ലേ. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സുക്കൂനാണ്. ഫത്ഹ കസ്റോ ലമ്മ ഒന്ന് അല്ലെങ്കിൽ എന്താണ്, അത് സുക്കൂനുള്ള നൂനാണ്. അപ്പം നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം, തൻവീൻ എന്ന് പറഞ്ഞാൽ ഗസറാകാം, 2 ഗസറാകാം, 2 ഫത്ഹ ആകാം, 2 ലമ്മാകാം. അപ്പം ഇങ്ങനെയുള്ള അക്ഷരം ഈ തൻവീൻ വന്നതിന് ശേഷമുള്ള അക്ഷരം ഏതാണ് നോക്കണം. അവിടെ ശേഷമുള്ള അക്ഷരം ബ ആണെങ്കിൽ നൂനിനെ തൻവീനിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, മീമ് കൊടുക്കുക. നൂനിൻ്റെ ശേഷം ലാമോ റോ ആണ് വന്നതെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. തെൻവീന് അല്ലെങ്കിൽ നൂന് എന്ത് ചെയ്യുക, അടുത്ത അക്ഷരത്തിലേക്ക് ലാമിലേക്ക് അല്ലെങ്കിൽ റോയിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. വേറൊന്നും ചെയ്യേണ്ട, കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇനി നൂനിൻ്റെ ശേഷം നൗമി, നൂന് വാവ് മീമ് യ എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ നേരെ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. അതിന് പുറമെ മണിക്കും ചെയ്യാം. നൗമി, നൂന് വാവ് മീമ് യ ഈ അക്ഷരങ്ങൾ അതിൽപ്പെട്ടതാണിത്. തെൻവീൻ്റെ ശേഷം മീമ് വന്നു. റജുലിമ്മി, റജുലിമ്മി പറഞ്ഞ പോരാ, കൂട്ടി യോജിപ്പിച്ചു, മണിക്കുകയും ചെയ്യണം. മണിക്കെന്ന് പറയാം. അപ്പം ഇങ്ങനെ ഇല റജുലിൻ മിൻഹും. അപ്പം ഇങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴേ നമ്മളെ ഓത്തിലൊരു മാറ്റം വരുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ നമ്മളെ പഴയ ഓത്തൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കുക. നമ്മളിപ്പോഴും ആ ഒരു ഒന്ന് ഓതാൻ പറഞ്ഞാൽ നമ്മളിപ്പോഴും ആ പണ്ടത്തെ ഒരു ശൈലി ഇങ്ങനെ ഓതുന്നല്ലാതെ അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ നോക്കണില്ല. നമ്മൾ ക്ലാസ് ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും ഒന്ന് ആരെ കൊണ്ടൊക്കെ ഓതിപ്പിച്ചാൽ ഇപ്പോൾ നമ്മൾ ആ മദ്രസയിൽ ചില ഒരു പഴയ ഓത്തുണ്ടല്ലോ, ആ ഒരു പഠിച്ച രൂപം അത് മദ്രസയിൽ പഠിക്കാറ് നമ്മൾ ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണില്ല. കാരണം നമ്മൾ മദ്രസയിൽ നിന്ന് ഉസ്താദ് ക്ലാസ് എടുക്കുന്നത് നമ്മളാ കേട്ട് നല്ല ഉഷാറായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ ഇപ്പം എല്ലാവരും 100% ക്ലിയർ ആയിക്കോണമെന്നില്ലല്ലോ. അപ്പം നമ്മളെന്ത് ചെയ്യുക, അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാറ്റമുള്ള ആൾക്കാരെ മാറ്റണം എന്നല്ല പറഞ്ഞ് ഏതെങ്കിലും ഇപ്പോഴും പഴകുത്തുന്ന ആ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഓതാൻ പാടില്ല. കാന ലിന്നാസി അജബൻ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും അങ്ങനെ ഒരു പോകുന്നൊരു ഓത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ നമുക്ക് തോന്നാണ് ഓതുന്നതൊക്കെ ശരിയാണെന്നുള്ള തോന്നല്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മൾ മാറ്റുക. ശരി ഉള്ളവർ മാറ്റണം എന്നല്ല പറഞ്ഞ് ഏകദേശം അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല ഓതുന്ന ആൾക്കാരാണ്. എന്നിരുന്നാൽ പോലും അതിൽ മാറ്റം വരുത്താനുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക. അപ്പോൾ ആ ഒരു രൂപത്തിൽ ഓതരുത്. അക്കാനലിൻ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ അക്ഷര അതിൻ്റെ നമ്മൾ മലയാളത്തിൽ കാ പറയുന്ന പോലെ കാ എന്ന് പറയാൻ പറ്റില്ല. അക്കാനലിൻ അജബൻ അജബൻ എന്ന് പറയുക
ആ എന്നല്ല, അജബൻ എന്നല്ല, ഐനാണ്. അപ്പോൾ അത് ഒരു മാറ്റം വരുത്തണം. നമ്മൾ കാണുമ്പോഴേക്ക് പരമാവധി എന്ത് ചെയ്യുക, ആ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ മാറ്റവും ഇപ്പോൾ ഒറ്റടിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ആ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. ചില ആളുകൾ പിന്നെ അയിനാകുമ്പോൾ സ്മൂത്തായിട്ട് പറഞ്ഞ സംഗതി പിന്നെ പുസ്തകം പറഞ്ഞല്ല, പിന്നെ മാറ്റം വരുത്തിയിട്ട് ആ ജാപ്പെന്ന് പറഞ്ഞുകൊണ്ട് നീ ഉണ്ടാ അങ്ങനെ ഒരു രൂപത്തുണ്ട് ആ ചിലപ്പോൾ ചില ആളുകൾ. അപ്പോൾ ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യുക, ഒരു അയിന് സ്മൂത്തായിട്ട് പറഞ്ഞാൽ മതി, മെല്ലം ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. പിന്നെയുള്ളത് റൈന, അത് മേലെന്ന് റൈരിൽ, റൈരിൽ ഓന്നല്ല, റൈരിൽ മഗ്ളൂബി അലൈഹിം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അജബൻ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും. തൻവീന് ശേഷം മീം വന്നു അല്ലേ, നൗമി, നൂന് വാവ് മീമ് യ, നേരത്തെ പറഞ്ഞത് അതായിരുന്നു. അപ്പോൾ കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യാം. ഇനി ശേഷമുള്ള അക്ഷരം ഇദ്ഹാറിന്റെ അക്ഷരം. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കേണ്ട സ്ഥലമാണ്. വ്യക്തമാക്കാൻ എന്താണ് വ്യക്തമാക്കേണ്ടത്? തെൻവീന് വ്യക്തമാക്കുക, നൂന് വ്യക്തമാക്കുക. റജുലിൻ ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. റജുലിം, റജുലിം, റജുലിൻ മിൻ എന്ന് പറഞ്ഞിട്ടില്ല. റജുലിം മി എന്നാണ് പറഞ്ഞത്. ഇനി ശേഷമുള്ള അക്ഷരം ഹംസ, ഹ. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ, ആ ഇ ഉ അല്ലേ, അതാണ് ഹംസ. അത് അലിഫാകട്ടെ, ഹംസയുടെ ചിഹ്നമുള്ളതാകട്ടെ, അതിൻ്റെ മുകളിൽ ഫത്ത് കസറ ലൊമ്മ ഉണ്ടെങ്കിൽ അത് ഹംസയാണ്, അലിഫല്ല. അലിഫ് നീട്ടാനുള്ള അക്ഷരം മാത്രമാണ്. കാന്ന് ആ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം. ബേ അതിൻ്റെ കൂടെ ഒരു അലിഫ് ഉണ്ടാവില്ല, അതാണ് അലിഫ്. ശരിക്കും അലിഫ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്ന് അലിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ, അതിൻ്റെ കൂടെ ഫത്ത് കസറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അലിഫായത്. അതിന് മേലെ ഹംസ ഇട്ട് പിന്നെ അലിഫ് ഫത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അലിഫ് എന്നല്ല പറയാം, അത് ഹംസ എന്ന് പറയാം. ഹംസക്ക് മുകളിൽ അല്ലേ, ഹംസ ആകലിപ്പോയാ അതിന് മുകളിൽ ഫത്ത് ഉണ്ടാകുമ്പോൾ ഹംസ എന്നാവുള്ളൂ. അപ്പോൾ ഹംസ ആകണേ, ഹംസ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഫത്തോ കസറോ നമ്മ ഉണ്ടാകണം, അതിനാണ് ഹംസ എന്ന് പറയാം. ഒന്നുമില്ലെങ്കിൽ പിന്നെ അത് അലിഫാണ്. ഹംസക്ക് മുകളിൽ നേരെ ഹംസയുടെ ചിഹ്നം ഉണ്ടല്ലോ, അതല്ല അലിഫ്, വരട്ട് കാണ്ട് മേലെ ഒരു വര ഉണ്ടല്ലോ, അതാണ് അലിഫ്. അപ്പോൾ ഹംസ, ഹ ഉണ്ട്, ഹ ഉണ്ട്, രണ്ടും ഉണ്ട്. ഹഉം ഹഉം, ഹംസ ഹ. ഇഹ്ദിന സിറാത്ത, ഇതാണ് ഹ അല്ലേ, ഹ. പിന്നെ ഏതാണ് ഹംസ, ഹ, ഹ, ഖ. ഐന് ഐന്, ഇത് രണ്ടും. അപ്പോൾ ഇത് മൊത്തം 6 അക്ഷരമുണ്ട്. ഈ തെൻവീൻ്റെ ശേഷം ഈ 6 അക്ഷരങ്ങളിൽ പെട്ട ഏത് അക്ഷരം വന്നാലും ഈ നൂന് അല്ലെങ്കിൽ തെൻവീന് വ്യക്തമാക്കിയിട്ട് പറയണം. റജുലിൻ, ഏതുപോലെ ഇലാ റജുലിൻ മിൻഹും അൻ അൻദിരിന്നാസ്. അൻ വ്യക്തമായി, കാരണം എന്താ, ശേഷമുള്ള അക്ഷരം ആ എന്നുള്ള ഹംസയാണ്. അൻ അൻദിരി എന്ന് പറഞ്ഞിട്ടില്ല, കാരണം എന്താ, ശേഷമുള്ളത് ദാലായത് കൊണ്ടാണ്. ദാല് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. ഇഖ്ഫായിൻ്റെ അക്ഷരമായതുകൊണ്ട് അല്ലെങ്കിൽ അൻ ദിരി എന്ന് പറയണം അല്ലേ. ഇവിടെ ഇതുപോലെ അൻ ആ എന്ന് പറഞ്ഞാൽ അൻ ആ, എന്തുകൊണ്ടാ, സൂക്കുള്ള നൂനിന് ശേഷം ഹംസയാണ്, ഇദ്ഹാറിന്റെ അക്ഷരമാണ്. ഇദ്ഹാർ എന്ന് പറഞ്ഞ വെളിവാക്കുക, വ്യക്തമാക്കുക. വ്യക്തമാക്കുക എന്ന് പറഞ്ഞ നൂന് വ്യക്തമാക്കുക. ശേഷമുള്ള അക്ഷരം ഹംസയായതുകൊണ്ട് ഇദ്ഹാറിന്റെ 6 അക്ഷരത്തിൽപ്പെട്ട ഏത് അക്ഷരം വന്നാലും ഇവിടെ നൂന് വ്യക്തമാക്കി പറയണം. അൻ അൻദിരിന്നാസ വബശ്ശിരില്ലദീന ആമനൂ. അപ്പോൾ ഈ 6 അക്ഷരം പറഞ്ഞു. ഇനി ഇപ്പൊ പറഞ്ഞ 13 അക്ഷരമല്ലാത്ത ബാക്കി 15 അക്ഷരമാണുള്ളത്. ടോട്ടൽ 28 അക്ഷരമാണ് അറബിയിലുള്ളത്. 28ൽ നിന്ന് എന്ത് ചെയ്യും, 13 അക്ഷരം പോയാൽ ബാക്കി 15 അക്ഷരം. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ ബാ, ലാമ്, റാ, നൗമി, നൂന്, വാവ്, മീമ്, യ, ഹംസ, ഹ, ഹ, ഖ, ഐന്, ഐന്, ഇതല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളുണ്ടല്ലോ. ബാക്കി ഏത് അക്ഷരം വന്നാലും അവിടെ പിന്നെ മറച്ച് മണിക്കേണ്ട സ്ഥലമാണ്. മറച്ച് മണിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാൻ പാടില്ല, ഒഴിവാക്കാനും പാടില്ല. അപ്പം അതിൻ്റെ ഇടയിലായിട്ട് വരിക. അൻ വീരി എന്ന് പറഞ്ഞാൽ വ്യക്തമായി. ആ വീരി എന്ന് പറഞ്ഞപ്പോൾ നൂന് ഒഴിവായി. അപ്പോൾ ആ രൂപത്തിലല്ല.
അവിടെ നിർത്തി. അപ്പം അവിടെ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു? നൂ എന്നുള്ളതാണ്. നൂ അവിടെ അവസാനത്തെ അക്ഷരം എന്താണ്? നീട്ടാനുള്ളതാണ്. നൂ. അവിടെ മദ് ഉണ്ട്. മദ് നമ്മൾ നിർത്തുമ്പം വരൂല, നിർത്താതെ ഓതുമ്പോ ആ മദ് വരുള്ളൂ. ആമനൂ അന്ന ലഹും. അപ്പൊ അവിടെ ലഹും എന്നുള്ള അവസാനത്തെ അക്ഷരം മീമാണ്. മീമിന് സുക്കൂനുണ്ട്. തൊട്ട് മുമ്പ് നീട്ടാനൊന്നുമില്ല, പിന്നെ നീട്ടണ്ട. ലഹും എന്ന് പറഞ്ഞാൽ മതി. ആമനൂ വബശ്ശിരില്ലദീൻ. അവിടെ നിർത്തുപോയുമ്പോൾ നൂന് സുക്കൂനാണ്, സുക്കൂൻ ചെയ്തു അല്ലേ? നൂന് ഫത്താണ്. അവിടെ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? സുക്കൂൻ ചെയ്യണം. തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. അപ്പം പിന്നെ മദ് ആരിദ് വരും. വബശ്ശിരില്ലദീൻ. വബശ്ശിർ എന്നുള്ളത് നിർത്തുമ്പോൾ റാവിനെ സുക്കൂൻ ചെയ്ത് തൊട്ട് മുമ്പ് നീട്ടാനൊന്നുമില്ല. വബശ്ശിർ. നമ്മളെന്ത് ചെയ്യുക? ഓതുമ്പോൾ ഒന്നായിട്ട് ഓതിപ്പോവുക. എവിടെയാണ് നിർത്തുന്നത് അവിടെ നിർത്തുമ്പോൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ക്ലാസ് കേട്ട് മനസ്സിലായ ആൾക്കാർ വരെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുക? അവിടെ നിർത്തുന്ന സ്ഥലത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. സമയം പിടിക്കും. സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിർത്തണോ, എന്തപ്പോൾ വേണ്ടേ എന്ന് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെന്ത് ചെയ്യുക? താഴെ വാട്സപ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പ്രത്യേകം കൂടുതൽ ആളുകളിലേക്ക് ക്ലാസ്സുകൾ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് അയച്ചു കൊടുക്കുക. കഴിവിൻ്റെ പരമാവധി സ്റ്റാറ്റസൊക്കെ ഒന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹ് റാഹത്തായി. വെക്കാൻ മറക്കണ്ട. അപ്പം തന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ക്ലാസ് കേട്ടാലും മതി. അല്ലെങ്കിൽ അയച്ചു കൊടുക്കുക. ആരെങ്കിലൊക്കെ ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അതുകൊണ്ട് വലിയ ഗുണം നമുക്കൊക്കെ ലഭിക്കും. അല്ലാഹു തആല ആ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നല്ല ഇഖ്ലാസോടുകൂടെ ക്ലാസ് എടുക്കാനും ക്ലാസ് കേൾക്കാനും അനുസരിച്ച് ഓതാനും നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്താനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മാത്രമല്ല, ഫാത്തിഹയൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. മറ്റ് സൂറത്തുൽ വാഖിയ, യാസീൻ, മുൽക്ക് ഇങ്ങനെ തുടങ്ങിയ ചെറിയ സൂറത്തുകളടക്കം, അതുപോലെ തന്നെ നിത്യവും പാരായണം ചെയ്യേണ്ട സൂറത്തുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, സ്കാരത്തിൽ അത്തഹിയാത്ത്, ദിക്ർ, സ്വലാത്ത് ഇങ്ങനെ തുടങ്ങിയ, ഖുനൂത്ത് തുടങ്ങിയ, ബാങ്കിന് ശേഷമുള്ളത്, ഉറങ്ങാൻ കൊടുക്കുമ്പോഴുള്ള ദിക്ർ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ദിക്ർ ചൊല്ലുക എന്നുള്ള അതിൻ്റെ ഫലമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ വിഷയങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടുകയാണ്. ഓത്ത് സ്പീഡ് കൂട്ടുക എന്നല്ല പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കാതെ ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാണ്. أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين إن هذا لساحر مبين. വളരെ സന്തോഷമുള്ളത് ദിവസവും എന്നും പാരായണം ചെയ്യുന്ന ഒരുപാട് പേജുകളോളം ദിവസം ഓതുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അൽഹംദുലില്ലാഹ്. അതിൻ്റെ പുറമെ ഉസ്താദിൻ്റെ കൂടെ ഓതുമ്പോൾ റാഹത്ത് കിട്ടുന്നുണ്ട് നമുക്ക്. ആ രൂപത്തിൽ ഖത്മുകൾ ഞാൻ വേറെ തീർക്കുന്നുണ്ട്. അതിന് പുറമെ ഉസ്താദിൻ്റെ കൂടെ ഓതുമ്പോൾ നമുക്കൊരു റാഹത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ്സുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആളുകൾ കുറഞ്ഞ ആളുകളാണെങ്കിലും ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അൽഹംദുലില്ലാഹ് ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല ഇവർക്കൊക്കെ നല്ല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളമായിട്ട് ഓതാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും. നമ്മളെ ക്ലാസ് കേൾക്കണോണ്ട് എല്ലാ വിഷയം പറഞ്ഞതല്ല, മൊത്തത്തിൽ ഖുർആൻ ഓതുന്ന ആ ഒരു ഖുർആനോടുള്ള ആ ഒരു ബന്ധം അല്ലാഹു തആല എന്നും നിലനിർത്തി തരട്ടെ. നമുക്കെല്ലാവർക്കും ആ രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശദ്ദുള്ള നൂന് ലസാഹിറും മുബീൻ നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം. തൻവീന് ശേഷം മീമാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാമും ബിഗുന്നയാണ്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഓതി നോക്കി. അകാന ലിന്നാസി അജബൻ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും
أن أنذر الناس وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين إن ربكم الله الذي خلق السماوات والأرض في 6 أيام. ഇവിടെ മീമിന് സുക്കൂൻ ചെയ്തു. അയ്യാമിൻ എന്നാണ്. തെൻവീൻ ഫത്ഹ ആകുമ്പോഴേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള നീട്ടാനുണ്ടാകുമ്പോഴും ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക? സുക്കൂൻ ചെയ്യുക. ഇവിടെ സുക്കൂൻ ചെയ്തു. മീമിന് സുക്കൂൻ. തൊട്ട് മുമ്പ് അലിഫ് നീട്ടാനുണ്ട്. അയ്യാം. ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه. ഇവിടെ നിർത്തിയപ്പോൾ മിൻ ബഅദി ഇദ്നി ഹായിന് എന്തുണ്ട്? ഹായിന് സുക്കൂൻ കൊടുക്കുക. ഹാ വന്നാൽ അവസാനം എങ്ങനെ ഹാവും ഹാത്താക്ക് എന്ത് ചെയ്യാം? അവസാനം വന്നാൽ അവിടെ സുക്കൂൻ ചെയ്തുകൊണ്ട് സുക്കൂണുള്ള ഹ ആക്കി മാറ്റുക. ഹായിന് എന്ത് ചെയ്യുക? സുക്കൂണുള്ള ഹ ആക്കി മാറ്റുക. പിന്നെ ഹ ആണല്ലോ, അത് പിന്നെ എന്ത് ചെയ്യുക? സുക്കൂൻ കൊടുത്താൽ മതി. ത ആണെങ്കിൽ ഹത്ത ആകുമ്പോൾ ഇതിന് മുകളിൽ ഈ അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ 2 കുത്തിട്ടാൽ എന്താണ്? ഹാത്ത ആണല്ലേ. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? പിന്നെ അപ്പോൾ ആ ഒരു അക്ഷരമാണ് വന്നതെങ്കിൽ അവസാനത്തിൽ എന്ത് ചെയ്യുക? സുക്കൂണുള്ള ഹ ആക്കി മാറ്റുക. അത് നിർത്തുമ്പോൾ ഇതുപോലെ ഇവിടെ വേണ്ടിയേ ഫീ സിത്തത്തിൻ എന്നുള്ളിടത്ത് നിർത്തുമ്പോൾ ഫീ സിത്ത അവിടെ നിർത്തുകയാണെങ്കിൽ ഫീ സിത്ത അവിടെ ഒരു സുക്കൂണുള്ള ഹ ആ തായിനെ മാറ്റിയിട്ട് സുക്കൂണുള്ള ഹ ആക്കി മാറ്റാം. ഇവിടെ ബി ഇതിനി എന്നുള്ളിടത്ത് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഹ തന്നെയാണ്. പിന്നെ ഇനി മാറ്റേണ്ട ആവശ്യമില്ല. അവിടെ സുക്കൂൺ കൊടുത്താൽ മതി. ബി ഇതിനി അയ്യല്ല മിംബാദി ഇതിനി ഇല്ല മിം. ഇവിടെ ഷഫീഇൻ തൻവീൻ വന്നു. ശേഷമുള്ളത് ഹംസയാണ്. ഹംസയാകുമ്പോൾ ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ഷഫീഇൻ ഇല്ല, ഇതാണ് വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ നിയമം വരണം. അപ്പോൾ ഇൽഹാർ ആവുള്ളൂ. അല്ലെങ്കിൽ ഷഫീഇൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഷഫീഇൻ ഇല്ല മിൻ ബഅദി നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം പറഞ്ഞു. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊണ്ടുവരിക. അതിനാണ് ആ ചിഹ്നം ഉള്ളത്. മിൻ എന്നല്ല, മിം ബഅദി ഇദ്നി ദാലികുമുല്ലാഹു റബ്ബുകും ഫഅബ്ദൂഹ്. ഹ അല്ലേ? സുക്കൂണുള്ള ഹ. പിന്നെ അവിടെ സുക്കൂണുള്ള ഹ ആക്കി മാറ്റണം. അത് നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഹാന് സുക്കൂൺ കൊടുത്തു. അവസാനത്തെ അക്ഷരം സുക്കൂന തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. വാവുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ഫഅബ്ദൂഹ് أفلا تذكرون. متعرل إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه ذلكم الله ربكم فاعبدوه أفلا تذكرون إليه مرجعكم جميعا وعد الله حقا إنه يبدأ الخلق ثم يعيده ليجزي الذين آمنوا وعملوا الصالحات بالقسط. طائن سكون جيدو تطنب نرتان النلا بالقسط. والذين كفروا لهم شراب إدغام بغنى نوميان نون باب ميميا من
മിൻ ഹമീം, മിൻ അവിടെ വ്യക്തമാക്കി, മിൻ ഹമീമി വഅദാബ്. ഇവിടെ ഷറാബും ഇദ്ഗാമും ബിഗുന്നയാണ്. മിൻ ഹമീം എന്നുള്ളത് നൂനിന്റെ ശേഷം ഹാണ്, ഹംസ ഹ ഹ ഇദ്ഗാം അക്ഷരത്തിൽപ്പെട്ടതാണ്. ഹ ആകുമ്പോൾ വ്യക്തമാക്കണം. മിൻ ഹമീമിൻ വ എന്ന് പറയാൻ പറ്റൂല, കാരണം എന്താണ് ശേഷമുള്ളത് നൗമി, നൂന് വാവ് മീം യാ, ഇദ്ഗാമും ബിഗുന്നയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ഗാമും ബിഗുന്നയാണ്. അപ്പം എന്ത് ചെയ്യണം? ഹമീമി വഅദാബുൻ, ഹമീമി വ പോരാ, മണിക്കണം, വാവ് മണിക്കണം. ഹമീമിം മിം എന്നല്ല, മീ എന്നല്ല പഠിക്കേണ്ടത്, വാവാണ് മണിക്കേണ്ടത്. ഹമീമി വഅദാബുൻ അലീം. നിർത്തി, മീമിന് സുക്കൂന്, തൊട്ട് മുമ്പ് നീട്ടാൻ മദ് ആരിൽ നിർത്തുന്നില്ല എങ്കിൽ തെൻവീനാണ്, തെൻവീൻ്റെ ശേഷം ബ ആണ്. അവിടെ എന്ത് ചെയ്യണം? തെൻവീനിനെ മാറ്റി മീം കൊടുക്കണം. അലീമുൻ ബിമാ എന്നല്ല, അലീമും മീം വരണം. അലീമും, അപ്പൊ രണ്ട് മീം വരും. അലീമും ബിമാ കാനൂ യക്ഫുറൂൻ. ഇലൈഹി മർജിഉകും ജമീഅൻ വഅദല്ലാഹി ഹഖ്ഖൻ ഇന്നഹു യബ്ദഉൽ ഖൽഖ യബ്ദഉൽ ഉൽ. അവിടെ ഒരു പിന്നെ ഒരു ഹംസ, ഒരു അലിഫിന് സുക്കൂൻ ഉണ്ടല്ലോ, സുക്കൂൻ അല്ലേ, സുക്കൂന്റെ ചിഹ്നം അറിയാം. യബ് 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 അവിടെ കണ്ടിയ സുക്കൂൻ, അതാണ് സുക്കൂന്റെ ചിഹ്നം. ഇവിടെ ഈ അലിഫിന്റെ മുകളിൽ ഒരു 0 മാർക്കാണ്, അത് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല, ആലിഫ് ഉച്ചരിക്കൂല. യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ബിൽ ഖിസ്ത് والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب. ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. ما خلق الله ذلك إلا بالحق لتعلموا عدد السنين والحساب. ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. അഞ്ചാമത്തെ ആയത്ത് ഒന്നുകൂടി. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب. ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. إن في اختلاف الليل അവസാനം ലാമിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനൊന്നുമില്ല, പക്ഷേ യാന് സുക്കൂനാകുമ്പോൾ ശ്രദ്ധിക്കണം. മദ് ആയത് പോലെ തന്നെ നിർത്തുമ്പോൾ ഉണ്ടാകുന്നൊരു മദ്ദാണ്. ലാമിന് സുക്കൂന് ചെയ്തു നിർത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് യാന് സുക്കൂനാണെങ്കിൽ, അതിൻ്റെ മുമ്പ് ഫത്ഹുമാണെങ്കിൽ ഇങ്ങനെയുള്ള പദങ്ങൾ മദ് ലീന് വരും, മദ് ലീന് വരും. അപ്പം എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു നിലക്ക് നീട്ടാം. ലൈൽ ഫി ഇഖ്തിലാഫിൽ ലൈൽ ഫി ഇഖ്തിലാഫിൽ ലൈൽ ലിഇലാഫി ഖുറൈശ് എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും, നമ്മളിങ്ങനെ പണ്ട് മുതലേ ശീലിച്ചതുകൊണ്ട്. അപ്പം അതുപോലെയുള്ളൊരു മദ്ദാണ് ഇവിടെ നിർത്തുമ്പോൾ. ഫീ ഇഖ്തിലാഫി എന്നാണുള്ളത്, പക്ഷേ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഫീ വന്നു അല്ലേ, നീട്ടാനുള്ള അക്ഷരം വന്നു, ഫീ യാ വന്നു. ശേഷമുള്ള അക്ഷരം സുക്കൂന് വന്നാൽ അല്ലെങ്കിൽ ഷദ് വന്നാൽ, സുക്കൂനോ ഷദ്ദോ വന്നാൽ എന്ത് ചെയ്യണം? പിന്നെ അവിടെ നീട്ടൂല. ഫീ ഇഖ്തിലാഫി എന്ന് വായിക്കുക. ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ ഖലഖല്ലാഹു ഫിസ് സമാവാത്
ഫീസ എന്ന് വായിക്കരുത്, ഷദ് വന്നു അല്ലേ, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ് വന്നു. ഫിസ്സമാവാതി വൽ അർളി ലആയാതിൽ ലആയാതിൽ തൻവീന് ശേഷം ലാം റാ വന്നാൽ ഇദ്ഗാം ബിലാ ഗുന്ന കൂട്ടി യോജിപ്പിച്ചാൽ മതി. ലആയാതിൽ ലിഖൗമി യത്തഖൂൻ തൻവീന് ശേഷം യാ വന്നു നൗമി നൂന് വാവ് മീം യാ ഇദ്ഗാം ബിഗുന്നയാണ് കൂട്ടി യോജിപ്പിച്ചാൽ പോരാ, മണിക്കുകയും ചെയ്യണം. ലിഖൗമി യത്തഖൂൻ إن في اختلاف الليل والنهار وما خلق الله في السماوات والأرض لآيات لقوم يتقون إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها വാത്ത് എന്ന് വായിക്കരുത്, വാവിന് ശേഷമുള്ള ഒരു അലിഫ് ഹംസത്തുൽ വസിലാണ്. ഹംസത്തുൽ വസിൽ ഹംസയാണ്, അതിന് മേലെ ചിഹ്നം കണ്ടില്ല, അതാണ് ഹംസത്തുൽ വസിൽ. ഇത് എവിടെ കണ്ടാലും കൂട്ടി വായിക്കുമ്പോൾ അത് പറയൂല. വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഐനാണ് അൻ ആയാതിനാ ഗാഫിലൂൻ. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون أولئك مأواهم النار بما كانوا يكسبون إن الذين آمنوا وعملوا الصالحات يهديهم بإيمانهم تجري من تحتهم الأنهار. ഇവിടെ റബ്ബുഹും ബി, ഇവിടെ മീമാണ് വന്നിട്ടുള്ളത്. മീമിൻ്റെ ശേഷം ഭാവന്നാൽ എന്താ നിയമം അല്ലേ? അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യാം. മീമിൻ്റെ ശേഷം ഭാവം വന്നാൽ എന്താ നിയമം എന്നുള്ളത് താഴെ കമൻ്റായിട്ട് എഴുതിയായിരിക്കും, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇൻഷാ അല്ലാഹ്. تجري من تحتهم الأنهار في جنات النعيم إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم تجري من تحتهم الأنهار من تحتهم الأنهار في جنات النعيم دعواهم فيها سبحانك اللهم وتحيتهم سبحانك اللهم شدل ميمان مانيكرم سبحانك اللهم سبحانك اللهم وتحيتهم فيها سلام. അതായിരുന്നു. وآخر دعواهم عن الحمد لله رب العالمين. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام. وآخر دعواهم വാവിൻ്റെ ശേഷം ഒരു അലിഫാണ് അല്ലേ, ഒരു യാ പോലത്തെ അലി ബാ പോലത്തെ അലി താ പോലത്തെ ഒരു ചിഹ്നമാണെങ്കിലും അതിന് മുകളിൽ ഒരു അലിഫുണ്ട്, അപ്പോൾ അതാണ് പരിഗണിക്കേണ്ടത്.
ദഅ്വാ അലിഫ് ദഅ്വാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 10 ആയത്താണ് ഓതിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു വട്ടം കൂടി നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ ഹകീം. أكان للناس عجبا أن أوحينا إلى رجل منهم أن أنذر الناس وبشر الذين آمنوا أن لهم قدم صدق عند ربهم. قال الكافرون إن هذا لساحر مبين. إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه. ذلكم الله ربكم فاعبدوه أفلا تذكرون. إليه مرجعكم جميعا وعد الله حقا إنه يبدأ الخلق ثم يعيده ليجزي الذين آمنوا وعملوا الصالحات بالقسط والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب. ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. إن في اختلاف الليل والنهار وما خلق الله في السماوات والأرض لآيات لقوم يتقون. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم تجري من تحتهم الأنهار في جنات النعيم. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. صدق الله العلي العظيم. الله سبحانه وتعالى അമോദിയ ഖിറാഅത്ത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, നീ പരിപൂർണമായിട്ടും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ അവർക്ക് ഖബറിലേക്ക് ഇതിന് മിസ്ല സവാബിനെ എത്തിച്ചവർക്ക് നീ എല്ലാം കൊണ്ടും നീ സന്തോഷം പ്രദാനം ചെയ്യണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരി ആയിഷ എന്ന് പറയുന്ന സഹോദരി
മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തൽക്കാലം ജോലിയിൽ നിന്ന് അവിടുന്ന് പോയി പിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റാഹത്ത് ഉള്ള ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഖൈറായ ജോലി അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നല്ല മഈശത്തിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാൻ, ഞങ്ങളെല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് നൽകണ റഹ്മാൻ, റഹ്മത്ത് നൽകണ റഹ്മാൻ. പലരും പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന് പോയ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ നല്ല റാഹത്തായിട്ട് സന്തോഷത്തിലായിട്ട് തിരിച്ചു വരാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാൻ. കർമ്മങ്ങളൊക്കെ റാഹത്തായിട്ട് നിർവഹിച്ച് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്തുകൊണ്ട് സന്തോഷത്തോടുകൂടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണ റഹ്മാൻ. ഈ തൗഫീഖ് പ്രദാനം ചെയ്യണ റഹ്മാൻ. ഞങ്ങൾക്കും വരുന്ന വർഷങ്ങളിലായിട്ട് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. പലരും ആഗ്രഹിച്ചതാണ്, അതിന് അൽഹംദുലില്ലാഹ് ആഗ്രഹിച്ചതുപോലെ തന്നെ പലർക്കും സാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടെ നല്ല നിയ്യത്ത് വെക്കുക. സാമ്പത്തികം എന്നുള്ളത്, സമ്പത്ത് എന്നുള്ളത് അത് അള്ളാഹു നൽകുന്നതാണ്. സമ്പത്തില്ലാത്ത ആളുകളും ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നുണ്ട്. പല ഓഫറുകളും നൽകിയിട്ട് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏതൊരു ദിവസം ഒരു ഉമ്മ പറഞ്ഞു, ഹജ്ജിനും ഉംറയ്ക്കെങ്കിലും ഒന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയും വർഷമായിട്ട് കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് സ്വർണത്തിൻ്റെ വില കൂടിയതുകൊണ്ട് ഒറ്റ വള വിട്ടിട്ടുള്ളൂ. ആ ഒറ്റ വള വിറ്റ കാരണം കൊണ്ട് ഉംറയ്ക്ക് പോകാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും, അപ്പോൾ അത് നമ്മൾ വിചാരിക്കാത്ത മാർഗമായിരുന്നു. കാരണം 10, 40, 50, 60 ഉണ്ടായിരുന്ന സ്വർണത്തിനാണ് ഒറ്റയടിക്ക് 1,00,000 മുകളിൽ കടന്നത്. പെട്ടെന്നുള്ള ഒരു മാറ്റം കൊണ്ട്, ആ ഒരു മാറ്റത്തിലൂടെ ഒറ്റ വള വിറ്റത് കാരണം കൊണ്ട് തന്നെ ഉംറയ്ക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കാതെ നമ്മൾ ആ ഒരു മാർഗത്തിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും. അതിൻ്റെ മാർഗങ്ങൾ തരേണ്ടവൻ അല്ലാഹുവാണ്, അത് നൽകും. നമ്മളെ ഉദ്ദേശം പൂർത്തിയായി നമ്മൾ നല്ല ഉദ്ദേശത്തോടുകൂടെ, നല്ല റാഹത്ത്, നല്ല നിയ്യത്തോടുകൂടെ നമ്മൾ ഏത് കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അല്ലാഹു തആല അത് പൂർത്തീകരിച്ച് തരും. അത് അള്ളാഹ് നേരിട്ട് നമുക്കത് ചെയ്തു തരുന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അല്ലാഹു തആല അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ എളുപ്പമാക്കി തരും. അതാണ് ആ മാർഗ്ഗങ്ങൾ. അതിനു വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ജഅലി തൗഫീഖ റഫീഖന വസ്സിറാത്തൽ മുസ്തഖീമ ത്വരീഖന ഇലാ ഖൈരി മഖാസിദിന വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. നല്ല ഖൈറായ മാർഗ്ഗത്തിലേക്ക് എത്താൻ വേണ്ടി. ഖൈർ നൽകുന്നവനൊക്കെ അല്ലാഹു തആലയാണ്. നമ്മൾ എപ്പോഴും ആ ഒരു ദുആ അറബിയിലല്ലെങ്കിൽ മലയാളത്തിലെങ്കിലും നമ്മൾ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ നമ്മൾ ചെയ്യുക. അല്ലാഹു തആല അതൊക്കെ എളുപ്പമാക്കി തരുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങളൊക്കെ നല്ല റാഹത്തായിട്ട് നിർവഹിക്കാനുള്ള തൗഫീഖ്, പ്രത്യേകിച്ച് ഇബാദത്തുകളൊക്കെ മുടങ്ങാതെ, നിസ്കാരങ്ങളൊക്കെ മുടങ്ങാതെ. പലരും പറയുന്ന വിഷയമാണ്, നിസ്കാരമെങ്കിലും കൃത്യമായിട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതായിരുന്നു വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളൊന്നും മുടങ്ങാത്ത രൂപത്തിൽ നല്ല റാഹത്തായിട്ട് ഇബാദത്തുകളായിട്ട് കഴിഞ്ഞുകൂടാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ നീ ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും ഖുവ്വത്തും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാൻ. ഞങ്ങളിലുള്ള എല്ലാവിധ രോഗങ്ങൾ, ശാരീരിക, മാനസികമായ, പൈശാചികമായ എല്ലാവിധ രോഗങ്ങളെ നീ ശിഫയാക്കണം റഹ്മാൻ. ആജിലായ കാമിലായ ശിഫ നൽകണം റഹ്മാൻ. സാമ്പത്തികമായ, മറ്റ് പ്രയാസങ്ങൾ റഹ്മാനായ റബ്ബേ, കുടുംബപരമായ മറ്റുള്ള പ്രയാസങ്ങളെ തൊട്ടൊക്കെ നീ കാക്കണം റഹ്മാൻ. എല്ലാ വന്ന പ്രയാസങ്ങൾ, ബലാകളൊക്കെ നീ എടുത്തു കളഞ്ഞ് പരിപൂർണ്ണ ആഫിയത്ത് നൽകണ റഹ്മാൻ. പരിപൂർണ്ണ സൗഖ്യം നൽകണ റഹ്മാൻ. സന്തോഷത്തോടുകൂടെ, ഇസ്സത്തോടുകൂടെ, റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് മരണം വരെ നീ പ്രദാനം ചെയ്യുന്ന റഹ്മാൻ. ഞങ്ങൾക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യുന്നത്. ധാരാളം കാലം ഇബാദത്തിലായിക്കൊണ്ട്, ഇൽമിലായിക്കൊണ്ട് റഹ്മാനായ റബ്ബേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ, ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ, സഹപ്രവർത്തകർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരായ, നമ്മുടെ ഖുർആൻ പഠിതാക്കളായ ആളുകളൊക്കെ എല്ലാ റഹ്മാനെ റബ്ബെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും, ഞങ്ങൾക്കും നീ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളാക്കിയവരൊക്കെ റഹ്മാനെ റബ്ബെ, അവർക്ക് മരണപ്പെട്ടു പോയവർ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാൻ. അവരെ ഖബറാനന്തര ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണം അല്ലാഹ്. നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.